നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തിന്റെ ആരോഗ്യനില വഷളാകുന്നത് മൂലം നിങ്ങൾക്ക് സ്വയം മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാനാകും. അത്തരമൊരു സാഹചര്യത്തിൽ സ്വയം ആരോഗ്യവാനായി കഴിയുന്നത്ര അവരെ പരിപാലിക്കുക, അവരോടൊപ്പം പതിവായി യോഗ പരിശീലിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിന്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും. എന്നിരുന്നാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കേടുപാടുകൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പണം അതിൽ ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പാർട്ടി നടത്താൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ ക്ഷണിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. കൂടാതെ പ്രത്യേകമായി ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാശിയിലെ ബിസിനസ് ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം പ്രശംസയും പുരോഗതിയും ലഭിക്കും. കാരണം ഈ സമയം നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാകും. കുറഞ്ഞ കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭ്യമാകും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമയം പാഴാക്കാം. ഈ തെറ്റ് മനസ്സിലാക്കുമ്പോൾ വളരെ വൈകും. അതിനാൽ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ശരിയായ മാർഗനിർദ്ദേശം നേടുകയും ശരിയായ ദിശയിലേക്ക് പോകുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നവർ പങ്കാളിയുടെ മുന്നിൽ മാതാപിതാക്കളോട് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും സംസാരിക്കരുത്. ഇത് നിങ്ങളുടെ പങ്കാളിയുടെ കണ്ണിലെ മാതാപിതാക്കളുടെ ബഹുമാനം കുറയ്ക്കും. അതിനാൽ ഉചിതമായി പെരുമാറുകയും മാന്യമായി ജീവിതം നയിക്കുകയും നിങ്ങളുടെ ഇണയെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. മേടം രാശിക്കാർ ഈ ആഴ്ച ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആരോഗ്യം മോശമായാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം. തുടക്കത്തിൽ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പെട്ടെന്നുള്ള ചില സംഭവങ്ങൾ വിഷമത്തിന് ഇടയാക്കും. വീട് മോടിപിടിപ്പിക്കാൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. കഠിനാധ്വാനം ചെയ്താലും ജോലിയിൽ തൃപ്തികരമായ ഫലം കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ഇത് അധികകാലം നീണ്ടുനിൽക്കില്ല. പിന്നീട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ വരും. എഴുത്തുകാർക്കും ജേർണലിസ്റ്റുകൾക്കും നല്ല സമയമാണ്. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക. ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും. ഇത് നിങ്ങൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും നൽകും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് നല്ല സമയമാണ്. വീട്ടിലും പുറത്തും അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തെ ആളുകൾ അഭിനന്ദിക്കും. കച്ചവടത്തിൽ ലാഭമുണ്ടാകും. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വിജയിക്കും. സുഹൃത്തുക്കളും കുടുംബവും നിങ്ങളെ സഹായിക്കും. എന്നാൽ നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അന്ധമായി ആരെയും വിശ്വസിക്കരുത്. ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ആഴ്ചയുടെ 2-ാം പകുതിയിൽ ആരുമായി മോശമായി പെരുമാറരുത്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ പോകും. പ്രണയം വിവാഹത്തിലെത്താൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന ശാരീരിക മാനസിക അസുഖങ്ങളുടെ യഥാർത്ഥ കാരണം നിങ്ങളുടെ വിഷമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവ ഒഴിവാക്കാൻ സ്വയം സന്തോഷമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ അപകടസാധ്യതയുള്ള എല്ലാ പദ്ധതികളും നിങ്ങളുടെ പണനഷ്ടത്തിന് വഴിവെക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പങ്ങളിൽ അകപ്പെടാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിലെ പല അംഗങ്ങളുടെയും ആരോഗ്യപ്രശ്നങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കും. അതിനാൽ തുടക്കം മുതൽ വീടിന്റെ ശുചിത്വം പരിപാലിക്കുക. കൂടുതൽ മസാലകൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കണ്ടുമുട്ടുന്നത് തുടക്കത്തിൽ തന്നെ വളരെ ആവേശകരമാകും. എന്നാൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വാദങ്ങൾ അത് ദീർഘനേരം നീണ്ടുനിൽക്കാൻ അനുവദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പ്രശ്നകാരമായി ഭവിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയും ലഭിക്കും. ഇതുകൂടാതെ നിങ്ങൾ നടത്തിയ യാത്രകളും ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ ജാതകത്തിലെ പല ശുഭഗ്രഹങ്ങളുടെയും പ്രഭാവം നിങ്ങളുടെ താൽപ്പര്യത്തിൽ കാണാം. ഈ ആഴ്ച അത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിട്ടുനിൽക്കേണ്ടി വരും. ഇത് അവരുടെ പ്രതിച്ഛായയെയും അവരുടെ അക്കാദമിക് ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും. മിഥുനം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 10-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ചില സുപ്രധാന ജോലികളിൽ വിജയിച്ചാലും നിങ്ങളുടെ ഊർജ്ജനില കുറയും. ഇതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. മറ്റെവിടെയെങ്കിലും നിക്ഷേപം നടത്തിയവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നഷ്ടം നേരിടേണ്ടിവരും. കൂടുതൽ അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. മുതിർന്നവരുമായി അഭിപ്രായം കണക്കിലെടുക്കുക.
നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതിയായിരിക്കും. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ, അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് സ്വയം വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഈ സമയം അനുകൂലമാകാം. എന്നാൽ ജോലിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറാനുള്ള മത്സരബോധം നിങ്ങളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയും. ഇത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ മുൻകാല തെറ്റുകൾ ആവർത്തിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും. കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും. കൂടാതെ മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും. ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനമനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല. മിഥുനം രാശിക്കാർ ഈ ആഴ്ച ആരോഗ്യം ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ നിന്നും ജാഗ്രത പാലിക്കുക. നിങ്ങളെ വഴിതിരിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും അകലം പാലിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിലെ ഒരംഗത്തിന്റെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പഴയ രോഗങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പ്രണയം വിവാഹത്തിലെത്താൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. ഭാര്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതും ചീത്തതുമായ അനുഭവങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. വിദേശത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം കിട്ടും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. യാത്രകൾ ചെയ്യേണ്ടിവരും. യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിന് അത്ര അനുകൂലമാകില്ല. എന്നിരുന്നാലും ഇത് വാരാന്ത്യത്തിൽ മെച്ചപ്പെടും. അതിനാൽ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. ഏത് തരത്തിലുള്ള ചെറിയ റിയൽ എസ്റ്റേറ്റ്, സാമ്പത്തിക ഇടപാടുകൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ്. എന്നിരുന്നാലും ഇപ്പോൾ വലിയ നിക്ഷേപം നടത്താതിരിക്കുക. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ പരിചയസമ്പന്നമായ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചതിനുശേഷം മാത്രമേ നിങ്ങളുടെ പണം ഏതെങ്കിലും വലിയ നിക്ഷേപത്തിൽ നിക്ഷേപിക്കാവൂ. നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതിയായിരിക്കും. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്രുക്കൾ കാണപ്പെടും. നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഈ ആഴ്ച അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയും. ഇതുമൂലം നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ഈ ആഴ്ച സംയമനവും ധൈര്യവും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മൈതാനത്തെ നിരവധി സഹപ്രവർത്തകർ നിങ്ങളെ എതിർക്കുന്നത് പോലെ സമാനമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. കൂടാതെ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം ഈ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയും. ഇതിനുശേഷം ആഴ്ചയുടെ അവസാനം പുനർവിദ്യാഭ്യാസത്തിനുള്ള നല്ല സമയമായിരിക്കും. കൂടാതെ നിങ്ങൾ മികച്ച നേട്ടങ്ങൾ നേടുകയും ചെയ്യും. ചിങ്ങം രാശി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ കാലയളവിൽ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും മറികടക്കാൻ കഴിയും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഴ്ച നിങ്ങളുടെ ഊർജം പല കാര്യങ്ങളിലും ചെലവഴിക്കുന്നതിനു പകരം ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും ഈ ആഴ്ച ആളുകൾ ശ്രദ്ധിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അത് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകും. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച കുടുംബ ബിസിനസ്സുകാർക്ക് അവരുടെ വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണയോടെ അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് നിരവധി പുതിയ ഉപഭോക്താക്കളും ഉറവിടങ്ങളും സ്ഥാപിക്കാൻ കഴിയും. ഈ ആഴ്ച എഞ്ചിനീയറിംഗ്, നിയമം, മെഡിക്കൽ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നേരെയാകും. ഈ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാം. മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടനത്തിന്റെ അഭാവം കാരണം അവർ സഹിക്കേണ്ടിവരും. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷം നൽകുന്ന ആഴ്ചയായിരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഭൂമി വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിജയം കിട്ടും. കച്ചവടവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നത് ലാഭകരമാകും. ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. സുഹൃത്തുക്കളും കുടുംബവും നിങ്ങളെ സഹായിക്കും. വീട് മോടിപിടിപ്പിക്കാൻ പണം ചിലവഴിക്കും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ പോകും.
കന്നി രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മുമ്പത്തേതിനേക്കാൾ മികച്ചതാകും. എന്നിരുന്നാലും ചില ദീർഘകാല പ്രശ്നങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കാം. ഈ സമയത്ത് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 7ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച ഏത് തീരുമാനത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും. അതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് എതിരാകുകയും നിങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്യാം. ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയതും വലുതുമായ നിരവധി വെല്ലുവിളികൾ നേരിടാം. പ്രത്യേകിച്ചും നിങ്ങൾ നയതന്ത്രപരമായി കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഗൂഢാലോചനയിൽ ഏർപ്പെടാം. അതിനാൽ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു പുതിയ പുസ്തകം വാങ്ങാൻ കഴിയും. അത് ഇതിനകം നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിരിക്കും. അതുമൂലം നിങ്ങളുടെ പണം പാഴാകാം. അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കന്നി രാശിക്കാർ ഈ ആഴ്ച കച്ചവടവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടിവരും. യാത്രകൾ അത്ര നല്ലതായിരിക്കില്ല. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള സമയമാണ്. വീട്ടിലെ കാര്യങ്ങളും ജോലിസ്ഥലത്തെ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ കഷ്ടപ്പെടും. കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ഉണ്ടാകും. പ്രിയപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. പ്രണയം വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. തുലാം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഗ്രഹങ്ങളുടെയും ശുഭവീക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും അതേസമയം വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. അതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിന് സന്തോഷമായി തുടരാൻ കഴിയും. ഈ ആഴ്ച തുടക്കം മുതൽ തന്നെ പണം ലാഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും നിങ്ങളുടെ അടുത്തവരുമായും കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാത്തപക്ഷം ആഴ്ചാവസാനത്തോടെ സാമ്പത്തിക തടസ്സങ്ങൾ കാരണം നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കുടുംബജീവിതത്തിൽ ഈ ആഴ്ച എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ വിവേചനാധികാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ളതിനാൽ വീട്ടിലെ കുട്ടികളുടെ മോശം ശീലത്തെ മാറ്റാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് അവർക്കായി ചില നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അവരുടെ പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായകമാകും. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഈ സമയം നിങ്ങൾ ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കണം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അതിനെ വിഡ്ഢിത്തം എന്ന് പറയാം. ഈ ആഴ്ച നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ ചില വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങളുടെ മുൻ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 6ാം ഭാവത്തിൽ വരുന്നതിനാൽ എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ മറ്റ് പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഇത് സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കും. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യം നിറഞ്ഞ ആഴ്ചയായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കും. ജോലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വരുമാനം വർദ്ധിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും. യാത്രകൾ ഗുണം ചെയ്യും. കുടുംബാംഗങ്ങളുമായി ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. വൃശ്ചികം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് രാഹു 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആശങ്കപ്പെടാം. ഏതെങ്കിലും വിശ്വസനീയമായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടുകയും അവരിൽ നിന്നും സാമ്പത്തിക സഹായവും തേടാവുന്നതാണ്. ഈ ആഴ്ച രാശിക്കാർക്ക് സ്കൂളിലെയോ കോളേജിലെയോ ഏതെങ്കിലും പ്രോജക്റ്റിനായി മുതിർന്നവരുടെയോ കൂടപ്പിറപ്പുകളുടെയോ സഹായം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ അവരോടൊപ്പം ഇരുന്നു അവരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ജോലിക്കാരായ രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യത കാണുന്നു. കാരണം ഈ സമയം നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരായി ആലോചിക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും. കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും. കൂടാതെ മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും. ഈ സമയത്ത്
എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനമനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും, അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല. വൃശ്ചികം രാശിക്കാർ ഈ ആഴ്ച ആരോഗ്യം, ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ദേഷ്യത്തിൽ ആരെയും വേദനിപ്പിക്കരുത്. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കച്ചവടം ചെയ്യുന്നവർ ഒരു കാര്യവും ആലോചിക്കാതെ ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിച്ചതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഭാര്യയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക. ധനു രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 4-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അധിക ജോലിഭാരം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം വിശ്രമത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോടുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ വീടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനു മുമ്പ് നിങ്ങൾ മറ്റ് അംഗങ്ങളുടെയും അഭിപ്രായം ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിയാം. നിങ്ങളുടെ ജോലിയിൽ നല്ല ഫലം ലഭിക്കാനായി നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ മുന്നിൽ ഒരു നിഷേധാത്മക പ്രതിച്ഛായ ഉണ്ടാകാം. ഇത് മുൻപ് തൊട്ടുതന്നെ മനസ്സിൽ കരുത്തേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. അവർക്ക് ഈ സമയം ഒരു മികച്ച അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുക. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച കൂടുതൽ നല്ല അനുഭവങ്ങൾ നൽകും. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ചയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം കിട്ടും. ജോലിസ്ഥലത്ത് നല്ല അന്തരീക്ഷം ഉണ്ടാകും. കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ ഈ ആഴ്ച ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അതേസമയം മകരം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് കേതു 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും. ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല. മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. അതിനാലാണ് നിങ്ങളുടെ മനോഭാവവും ഒരു പരിധിവരെ അസ്ഥിരമായി തുടരാം. തൽഫലമായി നിങ്ങളുടെ ഈ മനോഭാവം കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുൻകാല നിക്ഷേപങ്ങൾ ഏകീകരിക്കുന്നതിനും നിങ്ങളുടെ വരാനിരിക്കുന്ന ഭാവിക്കായി ശരിയായ പദ്ധതികളും തന്ത്രങ്ങളും ഉണ്ടാക്കുന്നതിനും ഈ ആഴ്ച നിങ്ങൾ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതിനു മുമ്പ് അനുഭവപരിചയമുള്ള ആളുകളുടെ അഭിപ്രായം തേടേണ്ടതാണ്. നിങ്ങളുടെ യുക്തിസഹമായ കഴിവ് അത്ഭുതകരമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മികച്ച മാനസിക മരുന്ന് ധ്യാനം. ഈ ആഴ്ചയും നിങ്ങൾക്ക് സമയമുണ്ട്. അതിനാൽ രാവിലെയും വൈകുന്നേരവും ധ്യാനിക്കുക. കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നേടാൻ സാധിക്കും. സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും. കച്ചവടത്തിൽ ലാഭമുണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. വരുമാനം കൂടാൻ സാധ്യതയുണ്ട്. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സിൽ പണം മുടക്കാൻ അവസരം ലഭിക്കും. എന്നാൽ പണം മുടക്കുന്നതിനു മുൻപ് നല്ലപോലെ ആലോചിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക. യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിൽ എത്താൻ സാധ്യതയുണ്ട്. 50 വയസ്സിനു മുകളിലുള്ള രാശിക്കാർക്ക് നാഡീവ്യവസ്ഥയും ദഹനവുമായി ബന്ധപ്പെട്ട മുൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അവർ ഒരു നല്ല ദിനചര്യ സ്വീകരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ സഹായകമാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 2-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തിപ്പെടുത്തുന്നതിന് വിശ്വസ്തരായ ഏതെങ്കിലും ആളുകളുടെ ഉപദേശം തേടാം. നിങ്ങളുടെ പദ്ധതി എല്ലായ്പ്പോഴും വിജയിക്കേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. മൊത്തത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും. എന്നിരുന്നാലും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ്. ഈ ആഴ്ച അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ദിശ പല ബിസിനസ് ആളുകളും തിരഞ്ഞെടുക്കും. എന്നിരുന്നാലും ഈ സമയത്ത് കൂടുതലായി റിസ്ക് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അനുഭവ പരിചയമുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വിദേശ യാത്ര പോകാം. ചുരുക്കത്തിൽ ഈ ആഴ്ച നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുക. മീനം രാശി ചന്ദ്ര ചിഹ്നമനുസരിച്ച് ശനി 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിനൊപ്പം ഈ ആഴ്ചയുടെ മധ്യത്തിൽ ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കാം.
എന്നാൽ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഈ ആഴ്ച വാഹനം ഓടിക്കുന്ന രാശിക്കാർ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോണിൽ സംസാരിക്കുക, വേഗത കൂട്ടുക തുടങ്ങിയവയിലൂടെ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാൻ സാധ്യതയുണ്ട്. ഇതിനായി നിങ്ങൾക്ക് കനത്ത പിഴ നൽകേണ്ടിവരും. ഇതിനു പുറമെ നിങ്ങളുടെ സമയവും പാഴാകും. സാമൂഹിക ഉത്സവങ്ങളിലെ നിങ്ങളുടെ പങ്കാളിത്തം സമൂഹത്തിലെ സ്വാധീനമുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളാൽ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, വരും സമയത്ത് അത് വിജയിക്കുകയും ചെയ്യും. ഇതിനായി നിങ്ങളുടെ അധ്യാപകരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ തുടക്കം മുതൽ നല്ലതായിരിക്കണം. മീനം രാശിക്കാർക്ക് ഈ ആഴ്ച കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയമായിരിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ നടക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നത് ലാഭകരമാകും. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പെരുമയും ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും. പ്രണയിക്കുന്നവരുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യം നല്ലതായിരിക്കും.